താങ്കളോട് ഇവിടുത്തെ ബോംബെയിൽ എങ്ങനെ വർക്കേഴ്സിന്റെ സഹകരണം അങ്ങനെ ശരിക്കും പറഞ്ഞു ലേബറായാലും സ്റ്റാഫായാലും എങ്ങനെ പോകുന്നു നിങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള നല്ല റിലേഷനാണ്. ഇപ്പം ഇവിടെ യൂണിയൻ അങ്ങനെയുള്ള സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടുത്തെ നാട്ടിലൊരു പണി ചെയ്തതോടുകൂടി അവിടെ ഒരു 25 ലക്ഷം രൂപ അവിടെ കളഞ്ഞിട്ടാണ് പോരുന്നത്. ഏത് പണി? ഈ ടീച്ചറിൻ്റെ കുഴക്കൂട്ടത്തിൽ പണി ചെയ്തത്. 4 പാർട്ടിക്കാർ വരുക, രാവിലെ ഒരു പാർട്ടി വരും, ഉച്ചയ്ക്ക് വേറൊരു പാർട്ടി വരും, വൈകുന്നേരത്ത് വേറൊരു പാർട്ടി വരും, അങ്ങനെ 4 പാർട്ടി. എന്ത് പാർട്ടി? പിരിവുകാർ. അപ്പോൾ സാധനം നിങ്ങൾ ഇറക്കിക്കോ, ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി. സാധനം നിങ്ങൾ കേട്ടിക്കോ, ഞങ്ങളുടെ കാശ് തന്നാൽ മതി. നോക്കുകൂലി. അയ്യോ ഭയങ്കര. പിന്നെ അതിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓടി വരുമ്പോഴത്തേക്ക് റോഡിൽ നടന്നു പോകാൻ പറ്റത്തില്ലായിരുന്നു. നോക്കുകൂലി ശരിക്കും അനുഭവിച്ച വ്യക്തിയാണ്. കറക്റ്റായിട്ട് ശരിക്കും പലരും പറയുന്നത് ഭയങ്കര. അതെ, 4 പാർട്ടിക്കാരും ഉണ്ട്. ഒരു പാർട്ടിയല്ല, ഇവരെല്ലാം അവനകത്ത് ഭയങ്കര രഹസ്യമായിട്ട് ഭയങ്കര ധാരണയാണ്. ഒരാൾ വന്ന് കാശ് മേടിച്ചിട്ട് പോയി അടുത്ത ആളെ പറഞ്ഞു വിടും. അങ്ങനെയാണ്. കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ പണിയാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവർക്കൂടെ ശല്യമാവും. അത് കാരണം വേറെ എങ്ങനെയും കാലും കൈയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണി ചെയ്ത് തീർക്കണ്ടേ. ക്ലയൻറ്റിന് നമുക്ക് ഇത് അവർ നാളെ വേറെ പ്രൊജക്റ്റ് നമുക്ക് തരത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ ഒത്തിരി നഷ്ടപ്പെടുത്തുക അവിടെ. എന്തായാലും അത് കാരണം ഇപ്പോൾ കേരളത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റും എടുക്കാറില്ല. കേരളത്തിൽ 2-3 പ്രൊജക്റ്റും. ഇപ്പോൾ കൊല്ലത്ത് അഷ്ടമുടിയിൽ മഹേന്ദ്ര ക്ലബിൻ്റെ ഒരു വർക്ക് വന്നതാണ് ഞങ്ങൾ. പക്ഷേ ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റേറ്റ് ഒട്ടും കുറയ്ക്കാൻ തയ്യാറായില്ല. കാരണം റേറ്റ് ആ അട്ടിമറിക്കൂലിയുടെ പൈസയും കൂടെ വരേണ്ടത് ഇതിനകത്ത്. അത് കാരണം ഞങ്ങളത് എടുത്തില്ല. അല്ല, ഞാനിപ്പോൾ പലരുമായിട്ട് അഭിമുഖം നടത്തിയപ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രശ്നം അതാണ് ശരിക്കും പറഞ്ഞത്. കാരണം മലയാളികൾ അത് ഭയങ്കര വേദനാജനകമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം. നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ ഇറക്കണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇറക്കണം. ഒരാൾ വരത്തതുമില്ല, നോക്കത്തുമില്ല, അവർക്ക് അതിന് നോക്കേണ്ട സമയവുമില്ല. അപ്പോൾ നമുക്ക് നല്ലതല്ലേ, നമ്മൾ നമ്മുടെ ആൾക്കാരെ ഇറക്കി അത് ഇറക്കി. അപ്പം നമുക്ക് അതിനുള്ള പൈസയിലേ ചിലവാകത്തുള്ളൂ അവിടെ. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരുപാട് മലയാളികൾ തീർച്ചയായിട്ടും വ്യവസായം നടത്തുന്ന ഈ ബോംബെയിൽ ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം പോലെ ഉള്ളവർക്ക് എല്ലാവരുടെയും വൈദ്യുതി തന്നെ കിട്ടും. കാരണം നാട്ടിൽ പറ്റൂല. ഇവിടെ ഇപ്പം ഇത്ര 30 വർഷത്തിൽ കൂടുതലുള്ള പരിചയമായില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? ബോംബെ ജീവിതം. കാരണം നിങ്ങളിവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയി കഴിഞ്ഞു. നാട്ടിൽ പലപ്പോഴും പല കാര്യങ്ങളും കാണാൻ വരും, പ്രോപ്പർട്ടി ഒക്കെ നോക്കാൻ പറ്റും. 2-3 പ്രാവശ്യം പോകും. ഇവിടുത്തെ ഒരു ജീവിത രീതി ഇവിടെ നല്ല ഇതാണ്, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്ന നമുക്ക് ആർക്കും സമയമില്ല. മെയിനായിട്ടുള്ള സംഭവം അതാണ്. രാവിലെ എഴുന്നേറ്റ് എങ്ങനെയും 9 മണിക്ക് മുമ്പേ ഓഫീസിൽ വരുക. ഓഫീസിൽ വന്ന് രാവിലെ ഒരു ഉച്ചവരെ നല്ല ഉത്സവമായിരുന്നു. കാരണം അവിടുന്ന് ഫോൺ വിടുന്ന അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റുകളിൽ പോവുക, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോവുക, തിരിച്ച് വീട്ടിൽ വരിക. അപ്പോഴത്തേന് വീട്ടിലും കുട്ടികൾക്കും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സമയമില്ല. രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോയി, അത് പോയി ഇത് പോയി, അവരും വന്നിട്ട് അവർ ആ സമയത്ത് വന്നിട്ട് കയറുന്നത്. അങ്ങനെയൊക്കെയുള്ള ടൈറ്റ് ജീവിതമാണ്. ഫാസ്റ്റ് ലൈഫാണ് ഇവിടുത്തെ. തിരക്കിനൊരു സുഖമാണ്. നാട്ടിൽ പോയാൽ സ്ലോ ലൈഫാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം വ്യവസായം ഇവിടെ തഴച്ചു വളർന്ന കാര്യം നമ്മുടെ മന്ത്രിസഭാ തലത്തിലെ കേരളത്തിലുള്ളവർക്ക് അറിയില്ലേ? അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചുള്ള അന്വേഷിക്കാറില്ലായിരിക്കും പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ ഒന്നുമില്ല എന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലുമൊക്കെ വരാറുണ്ട് അവിടെ നിന്ന് ഇവിടെ? അത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ മന്ത്രി ഒന്നുമില്ല. എളമരം കരീമും അവിടെ പുള്ളിയുടെ സെക്രട്ടറിയും 2-3 IAS-കാരൊക്കെ വന്നിരുന്നു. ഡോംബോയിലൊരു വലിയ വ്യവസായികളുടെ ഒരു ഫംഗ്ഷൻ തന്നെ നടത്തിയിരുന്നു. ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് തന്നെ പുള്ളി അതിനെ എഗ്രി ചെയ്തു. ഞാൻ അത് ചെയ്തു തരാം, സ്ഥലം തരാം, നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള എല്ലാ നാട്ടിൽ. പക്ഷേ ഏക്കർ കണക്കൊന്നും തരാൻ പറ്റത്തില്ല, കുറേശ്ശെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനെപ്പറ്റി ഒന്നും ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ പുള്ളി അത് നാട്ടിൽ ചെന്നിട്ട് പല ടിവിയിൽ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പുള്ളി അതിനെപ്പറ്റി. കാരണം പുറത്തുനിന്ന് ഒരു വ്യവസായികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പുള്ളി നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതിന് വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സ്ഥലം തരാമെന്നുകൊണ്ട് കാര്യമില്ല, സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. അല്ല, സ്ഥലം സംഘടിപ്പിക്കും. അത് മാത്രമല്ല, അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ മെയിനായിട്ട് അവിടുത്തെ ഈ തൊഴിലാളി പ്രശ്നങ്ങളും ഈ നോക്കൂലി പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളിൽ വന്ന് ഭൂരിപക്ഷം ആൾക്കാരും പുള്ളിയോട് സംസാരിച്ചത്. പുള്ളി അതെല്ലാം നോട്ട് ചെയ്യുകയും അവിടെ നിന്ന് അതിനെപ്പറ്റി മന്ത്രിതലമായിട്ടൊക്കെ പുള്ളി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നമ്മൾ ടിവിയിലെല്ലാം കാണുകയും ചെയ്തതാണ്. പക്ഷേ അവൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. ഇനി റിസൾട്ട് ഒന്നും വരുമെന്ന് അതിനെ പറ്റി അറിയത്തില്ല. ഇവിടെ ഈ ഒരുപാട് വ്യവസായങ്ങൾ മലയാളികളുടെ വ്യവസായം വിജയം കൈവരിക്കുന്ന ഒരു പക്ഷേ കാരണം ഇതായിരിക്കാം. അതാണ് ഇവിടെ കാരണം തൊഴിലാളി പ്രശ്നം ഇല്ലല്ലോ. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ഒരു മെട കാണിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മളപ്പോൾ മാറ്റും. കാരണം വേറെ ബാക്കിയുള്ളവർക്ക് പ്രശ്നമാകത്തില്ലേ. ഇവിടുത്തെ മലയാളി വ്യവസായികളായ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഞങ്ങൾ യൂണിയനായിട്ടൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. യൂണിയനല്ലേ ചോദിച്ചത്? അല്ലാതെ മാനസികമായിട്ടൊരു പൊരുത്തമുണ്ടോ? മാനസികമായിട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടും സഹകരിക്കാറും സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഞാൻ അതിനോട് ചോദിച്ചോട്ടെ, ഇപ്പോൾ പ്ലംബിംഗ് സംബന്ധമായിട്ടുള്ള സാമഗ്രികളൊക്കെ എടുക്കുന്ന പർച്ചേസിങ് കാര്യങ്ങളൊക്കെ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര മെയിനായിട്ട് മഹാരാഷ്ട്ര. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഔട്ട് ഓഫ്
അവിടെ പോകുമ്പോൾ മെയിനൊക്കെ ഇവിടെ പോകുമ്പോൾ ഇവിടുന്ന് അവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന്, കാരണം അവിടെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് അർജൻസി വരും. അപ്പോൾ അത് അവിടുന്ന് ലോക്കൽ പർച്ചേസ് ചെയ്യും. എല്ലാം റെഡി ക്യാഷ് പർച്ചേസിംഗ് ആണോ? അല്ലല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഞങ്ങൾക്ക് പർച്ചേസിൻ്റെ ഡീലേഴ്സ് സിസ്റ്റം പോലുണ്ട്. അത് കാരണം ഞങ്ങൾ അത് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് കൂടുതലും പോകുന്നത് മെറ്റീരിയൽ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് മാർക്കറ്റിലറിയുമ്പോൾ അവർ രാവിലെ വന്ന് ഇവിടെ കുത്തി ഇരിക്കാൻ തുടങ്ങും. അവർക്കറിയാൻ പറ്റുമല്ലോ. അവർക്കറിയാൻ പറ്റും. കാരണം ഒരു ടെൻഡർ എപ്പോഴും ഒരു 4-5 പേരുടെ ഇതിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ കൺസൾട്ടൻറ്റ് ഇവരിൽ നിന്നൊക്കെ അവർ ന്യൂസ് പിടിച്ചിട്ട് അവർ രാവിലെ തന്നെ എത്തിക്കോളും. അവരെ മത്സരം ഉണ്ടാവും. അവർ ഞങ്ങൾ ഭയങ്കര മത്സരമാണ്. അത് ഞങ്ങൾക്ക് നല്ലതാണ്. കാരണം റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങളും മത്സരിച്ചല്ലേ വരുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഒരു 5 പേര് ടെൻഡർ ഉണ്ടെങ്കിൽ 5 പേര് ഇങ്ങനെ വീർപ്പുണ്ട് അതങ്ങളിഞ്ഞ് നോക്കിയിരിക്കും. അവൻ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്, പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന മാതിരി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മാക്സിമം കുറച്ച് മെറ്റീരിയൽ പൈസ കുറച്ചിട്ട് ടെൻഡർ കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കുന്നത്. അതേ സെയിം തന്നെ ടെൻഷൻ മറ്റവർക്കും ഈ അടുത്ത ഈ മെറ്റീരിയലിൻ്റെ ഇത് പറയാം അവർക്കും ഉണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളിത് കണക്റ്റഡായിട്ട് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? വേറെ പുതിയതായിട്ട് എന്തെങ്കിലും പ്ലാൻ? ഇല്ലല്ല, ഈ പ്ലംബിങ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല വലിയൊരു കമ്പനി ആക്കുക. മകൻ ഇപ്പോൾ 12ലാണ്. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ അവനെ ഏൽപ്പിക്കണം ഈ സംഭവങ്ങളൊക്കെ. മക്കളെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. മൂത്ത മകളാണ്. മകളുടെ പേരെന്താ? വിജി. മോള് ഏത് ക്ലാസ് പഠിക്കും? ഇപ്പോൾ എഞ്ചിനീയറിംഗ് 3rd ഇയർ. ഏത് ബ്രാഞ്ച്? നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെ മകൻ അപ്പോൾ 12th. പുള്ളി സിവിൽ എഞ്ചിനീയറൊക്കെ എടുത്ത് ഇങ്ങനെ കമ്പനി കൊണ്ടുപോകാന്നൊക്കെ ഉള്ളതൊക്കെ ഇതിന് ഏറ്റിട്ടുണ്ട്. അല്ലല്ല, ഇപ്പൊ ഏറ്റിട്ടുണ്ട്. ഇനി ഭാവിയിൽ എന്താ ആവുമെന്ന് അറിയത്തില്ല. ഇനി പുതിയ സ്വപ്നങ്ങളൊന്നുമില്ല. പുതിയ ഡ്രീം ഇത് തന്നെ ഒരു സ്വപ്നമാണ്. ഇതിന് മേലോട്ട് കൊണ്ടുപോകണ്ടേ. ഇതിപ്പോ ഒരു മിഡിലിൽ വന്നിരിക്കുക. ഇതിന് മേലോട്ട് പോകാനുള്ള ഒത്തിരി വഴികളുണ്ട്. ഇത് അല്ല, ഒത്തിരി വഴികളെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് അതിനെന്ന് പറഞ്ഞാൽ ടേൺ ഓവർ കൂടിയെങ്കിൽ അല്ലല്ല, മേലോട്ട് പറഞ്ഞാൽ ടേൺ ഓവർ കൂട്ടുക. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ കൂട്ടുക. അതാണ് ഞാൻ ചോദിക്കുന്നത്. വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം 3 പതിറ്റാണ്ട് കാലമായി ഇവിടെ ബോംബെയിൽ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് നിങ്ങൾ പടിപടിയായി ഉയർന്നു വന്ന ഈ പൊസിഷനിലെത്തി, അല്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അല്ലല്ല, രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് എന്ത് മെസ്സേജ് മിസ്റ്റർ വിജയമുള്ള കൊടുക്കുന്നത്? നല്ലതൊന്നും കഷ്ടപ്പെടാൻ തയ്യാറുണ്ടായിരിക്കണം. നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട അടുത്ത് തന്നെ നമ്മളെത്തും. പിന്നെ ഈശ്വരൻ്റെ ഇതല്ലേ, അദ്ദേഹവും. പക്ഷെ നമ്മളും ചെയ്യണം. അല്ല, നമ്മളോട്ട് തിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മേലോട്ട് വരാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പ്രാർത്ഥന ആയിരിക്കണം. നമ്മളാദ്യം ആക്റ്റീവ് ആകണം. അതെ, തീർച്ചയായിട്ടും. ദൈവാനുഗ്രഹമൊക്കെ അതിനൊപ്പം വന്നോളൂ. അതെ. ഇപ്പോൾ എൻ്റെ നമ്മുടെ ആ ജോലി ചെയ്യുന്നവരൊക്കെ രാത്രിയിൽ എത്ര മണി ഇവിടെ ഇരിക്കുമെന്നറിയാമോ? എന്തെങ്കിലും പേപ്പർ വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് അവർക്ക് തിരിച്ച് വരികയും വേണം. ഈ ഇരിക്കുന്നവരൊക്കെ മലയാളികളല്ലേ? മലയാളികളാണ് മെയിൻ. എൻ്റെ മെയിൻ സ്റ്റാഫെല്ലാം മലയാളീസ്. അവർക്ക് പ്രത്യേക ടൈമൊന്നുമില്ല. അതല്ല പറഞ്ഞത്. അത് കാരണം അവർക്കും വരണം, എനിക്കും വരണം. അതാണ് അതിൻ്റെ ഇത് എന്ന് പറയുന്നത്. എന്തായാലും വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇത്രയും സമയം ബിസിനസ് സാറിന് വേണ്ടി സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് വിജയത്തിലേക്ക് നിങ്ങളുടെ സ്ഥാപനം എത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബോംബെയിലെ മുഴുണ്ടിൽ പ്ലംബിംഗ് രംഗത്ത് സജീവമായി വ്യവസായം നടത്തുന്ന ശ്രീ വിജയപിള്ളയെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയും നമ്മൾ പരിചയപ്പെട്ടു. ഒട്ടേറെ വിശേഷങ്ങൾ ബിസിനസ് സ്റ്റാറിലെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വൻ വിജയം കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതിന് ഉദാഹരണമാണ് ശ്രീ വിജയപിള്ള. എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ എപ്പിസോഡിൽ നിന്ന് വിടവാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടി ആരാണ്? ചോദ്യം ഒന്നുകൂടി: ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടി ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.